We are going to farmhouse. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് ആയിട്ട് ഞങ്ങളൊരു ഫാമിലേക്ക് പോവാണ്. പിക്കറ്റ് ഫെൻസ് ദ ഫാമിലി ഫാം എന്നൊരു ഫാമാണ്. ഞാൻ ആദ്യമായിട്ട് പോവാണ്, പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനും ജെപ്പിയും ബൈക്കിലാണ് പോകുന്നത്. ബാക്കി ഫ്രണ്ട്സ് ആൻഡ് അവരുടെ ഫാമിലി അവിടെ എത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. So finally we have reached Picket Fence Family Farm. Our friends are waiting here. We are slightly late but still on time. ഞാൻ ഇൻട്രോവേർട്ടാ. അവിടെ ഒരു കുഞ്ഞാടുണ്ട്. ഇതെന്തുവാ ഇത്? ആടോ മട്ടനാക്കാം ബ്രോ. കുറച്ചുകൂടി വലുതായിട്ടേ അതെ, വന്നിട്ട് പിടിച്ച് ഡിക്കിലിട്ട് പോവാം. ചാപ്സൊക്കെ അതെ, അതൊക്കെ അറിയാക്കണം. കുറവാണ്. ഇവിടെ ഫാമിലി എത്തി, എല്ലാവരെയും കണ്ടു. അതെ, ഓന്തച്ച് ഡ്രാഗൺ ഡ്രാഗൺ ഡ്രാഗൺ. ഹായ്, ഒരു ലീഡിങ് ലൈനായിട്ട് എടുത്തു തന്നെ അവിടുന്ന് ആണോ? എൻട്രി എവിടെയാണ്? ഓ, ഡബിൾ നെറ്റാ. He's not even looking. Say hi. Hi guys. Hi guys. Today we're in pet farm. ഇവരിവിടെ എങ്ങനെ കയറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ നെറ്റിൽ കവേർഡാണ്. അപ്പോൾ അവിടെ 2 ഡോറുണ്ട്. ആദ്യത്തെ ഡോറ് തുറക്കും, നമ്മളെ കയറ്റും. രണ്ടാമത്തെ ഡോർ തുറക്കും, നമ്മളെ കയറ്റും. അപ്പോൾ കിളികളൊന്നും പുറത്ത് പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സെറ്റപ്പിനെ മൊത്തത്തിൽ നല്ല രസമുണ്ട്. നല്ല നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ഉണ്ടോ? ഇപ്പോൾ പുറത്താ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സൺഫ്ലവർ സീഡ്സ് തരും നമുക്ക്. അപ്പോൾ സൺഫ്ലവർ സീഡ്സ് ഇങ്ങനെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോഴേക്കും എല്ലാം കൂടി വന്ന് കയ്യിൽ നിന്നെടുത്ത് കഴിക്കും. നമ്മുടെ ഒപ്പം വന്ന ബാക്കി എല്ലാവരും അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾ. തത്തകളുടെ യൂറോപ്യൻ ക്ലോസറ്റാണ് ഈ കാണുന്നത്. തല കണ്ടോ? തല കണ്ടു. I'm introvert. I'm introvert. Another type of monkey. കണ്ടോ?
pencil holders, bowls, cups. Like this flower. Okay, okay, okay. Gently press பண்ணுங்க. ரொம்ப press பண்ண பண்ணுங்க. விடுங்க விடுங்க. You want to do meditation? I did it by myself. Thank you. Fully ഉണ്ടാക്കിയതാ നിങ്ങൾ press. Next, this shape. Close. Say thank you. ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. വേണേ ചെയ്യും. How was it, Gauri? Nice. കുക്കിംഗ് കപ്പാണോ? ഇവിടെ നോക്കാം. സോഫ്റ്റ് ആണോ അത്? കോഫി കപ്പ്. ടീ കപ്പാണ് വിത്ത് ഹാൻഡിൽ. ഇത് നമ്മൾ പെയിൻറ് ചെയ്തിന് ഷോക്കേസിൽ വയ്ക്കുന്നതായിരിക്കും. ദിസ് ഈസ് എ മെമ്മറി. ഇപ്പോൾ ഇവിടെ ട്രിപ്പ് വന്നതിൻ്റെ ഇതാണ് കപ്പ്. എല്ലാവരും കണ്ടു. എടുത്ത് കഴിക്കാൻ വേണ്ടി ബിഗ് വേണ്ടോ? ഇഷ്ടമുള്ള കൊടുത്തോ. ഞാൻ ഹോഴ്സിന് ഫുഡ് കൊടുക്കാം. അത് മാമ കൊല്ലിന്നാ പറ. ഇങ്ങനെ ഒരെണ്ണം തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കണേ. അതായത് എൻഡ് ഗോൾ, ലൈഫിൽ എൻഡ് ഗോൾ ഇതായിരിക്കും. ഒരു പട്ടി, ഒരു പൂച്ച, ഒരു പശു, ഒരാട്, 2 കുതിര. ചാകുമ്പോൾ വറുത്തടിക്കുകയും ചെയ്യും. ശരിയാണല്ലേ. സെറ്റാ. കുറച്ച് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ മുട്ടയും കിട്ടും. കോഴിയുടെ പക്ഷെ അന്നു നമ്മൾ തന്നെ തിന്നുകയാണ്. മുട്ടയിടാനുള്ള ഗ്യാപ്പ് കൊടുക്കൂലല്ലായിരുന്നു. കോഴി നമുക്ക് ഒഴിവാക്കാം. ആട് എങ്ങനെയാ? നല്ലതാ. പിന്നെ മുട്ട അടിപൊളിയല്ലേ. ഒന്നിനൊക്കെ എത്ര ഗ്രാം പ്രോട്ടീനൊക്കെ ഉണ്ടാവും പെർ 100 ഗ്രാം? അവനോട് ചോദിച്ചാൽ അറിയൂ. അവൻ തെറി വിളിക്കും അല്ലേ. തീരെ ഫാറ്റ് ഒന്നും ഉണ്ടാവില്ല. ഫുൾ പ്രോട്ടീനൊക്കെ ഇരിക്കുമല്ലേ അല്ലെ? പക്ഷെ വറക്കാൻ വേണ്ടിയൊന്നും ഇല്ല ബ്രോ. അല്ല മപ്പാസോലും അടിക്കേണ്ടി വരും. വൈകിട്ടൊരു ചെറുകടി പോലെ കഴിക്കാവുന്നതേ ഉള്ളൂ. ചായ ഒന്ന് വറുത്ത് കുളിക്കും. നല്ല ക്രിസ്പായിരിക്കും അല്ലേ. പിന്നെ ചെതുമ്പലൊക്കെ ഇങ്ങനെ പല്ലി കുത്തിയിട്ട് വഞ്ചളി. ഷട്ടർ സ്പീഡ് കുറച്ച്. ഞാൻ വിചാരിച്ചു കുറേ എടുത്തു. ഷട്ടർ ഇത് 1/10 കാരണം ഒന്ന് കൈ അനങ്ങുന്നുണ്ട്. കൈ അനങ്ങാനും പാടില്ല, മറ്റേത് കറങ്ങിയും വേണം. മറ്റേ ഫ്രീസ് ചെയ്യുന്ന ഇതൊരു സുഖം ഉണ്ടാവും. കാണുമ്പോൾ ഒരു എന്തോന്നും ഒരു മനസ്സിലാവും. ചുമ്മാ പിടിച്ച പോലെ ഇരിക്കും. ഈ ക്യാമറ എടുത്തതിൽ എത്രത്തോളം സന്തുഷ്ടനാണ്? അതൊരു വേസ്റ്റ് മണിയായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല, 100% സന്തുഷ്ടി തന്നെ ഉള്ളൂ. കാരണം ഞാനത് ലൈഫ് ടൈം അസറ്റായിട്ടാണ് കരുതുന്നത്. ഞാൻ ഇൻട്രോവേർട്ടാ. നമ്മൾ ഈ ഫാമിൽ വന്നപ്പോൾ ആടും കഴുതയുമല്ലാതെ കുറച്ച് സ്ത്രീകളെ ഇവിടെ പരിചയപ്പെട്ടു. അപ്പോൾ സാറ്റർഡേ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു ഉച്ചനേരമായിപ്പോൾ. ബ്രോ പാസ്.
ഞങ്ങള് കണ്ടു ഒരടി ഞാൻ പിടിച്ചോളാം. അയ്യോ കൊടുക്കല്ലേ അയ്യോ ഭഗവാനെ. തീർന്നു. ഇത് എത്രയുടെ വില? ഇവിടെ ഒരാൾ മരത്തിന് അതെന്താ കൊക്കയോ കയ്യില് കൊക്കര് വെച്ചോ? പശുമ്മ അവള് കയ്യില് നിരുകുട്ട പശുമ്പ എന്തി പശുമ്പ എന്താ പറയണ്ടേ? അങ്ങനെ നല്ലൊരു വണ്ടർഫുൾ ഫാമിലി ഡേ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. യാത്രകൾ തുടരും. ഹലോ ഗൈസ് ഒക്കെ വേണമല്ലോ. എനിക്ക് ചിരി വരുന്നു. ആന്റിക്ക് പൂ തരുമോ?